ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നെവിനുള്ള സപ്പോർട്ട് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണോ അതോ കുറയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് നെവിനെ എവിക്റ്റ് ആക്കാതിരുന്നതെന്നാണ് എനിക്ക് ബലമായ ഒരു സംശയം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാരൊക്കെ എപ്പോഴും പ്രമുഖരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ അനുമോൾക്ക് എതിരായിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ നെവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നെവിൻ പുറത്തു പോകും എന്ന് മനസ്സിലാക്കി അവർ കുറേയൊക്കെ നെവിൻ്റെ മോശം കാര്യങ്ങളാണ് ചെയ്തത്, അനുമോളുടെ അടുത്ത് അവൻ ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തതിന് ശേഷം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് നെവിനോട് എങ്ങനെയാണോ അനുമോളോടും ഷാനവാസിനോടും അതുപോലെ ലക്ഷ്മിയോടും ഒക്കെ കയർത്ത് സംസാരിച്ചത്, അത്തരത്തിലല്ലാതെ വളരെ മയപ്പെടുത്തി സംസാരിച്ച് കണ്ടപ്പോൾ ഇവർക്ക് തോന്നി എന്തായാലും നെവിൻ പുറത്ത് പോകില്ല, നെവിന് സപ്പോർട്ടും ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തുന്നത് മനസ്സിലായപ്പോൾ എല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞാൽ നെവിന് സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിന് പ്രധാന കാരണം ഇത് എല്ലാ സംഭവങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു കണ്ണി അത് അനുമോളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നെറുകേടാണ് കേട്ടോ. ഇത്ര അധികം അതിനകത്ത് മോശമായ രീതിയിൽ ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഹറാസ് ചെയ്യുകയും അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ചോദ്യം ചെയ്തില്ല എന്നൊരു കാരണം കൊണ്ട് അയാളെ വെള്ളപൂശാനായിട്ട് വീഡിയോസ് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ വരാമെന്ന് വെച്ചാൽ അത് മോശം തന്നെയാണ്. എനിക്ക് അതാണ് തോന്നിയത്. അതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് നെവിനെ ഇപ്പോഴും നെവിൻ ചെയ്ത കാര്യങ്ങളോട് ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ട് വഴക്ക് പറഞ്ഞില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാൾ ചെയ്തൊക്കെ ശരിയാണെന്ന് രീതിയിലോട്ട് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ നെവിൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത്രയും ഷൗട്ടിങ് അല്ല എങ്കിൽ പോലും ചില ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോൾ നെവിൻ്റെയും അക്ബറിൻ്റെയും ഗ്യാസ് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ രണ്ടുപേർക്കും ആ ഒരു വിഷമഘട്ടത്തിലാണ്. കാരണം ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ അവർ പോയിട്ടില്ല ഇതുവരെയ്ക്കും. കാരണം അനുമോളും ഷാനവാസും ലക്ഷ്മിയൊക്കെയാണല്ലോ എല്ലാ വീക്കെൻഡിലും നിന്നിങ്ങനെ വിഷമിക്കുന്നതും വയർക്കുന്നതും. ഇവർക്ക് ഇങ്ങനെയുള്ള വയർക്കലൊന്നും ഉണ്ടായിട്ടില്ല. അക്ബറിനുണ്ടായിട്ടില്ല, നെവിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിമർശനം, അവരൊക്കെ ചീത്ത പറഞ്ഞ പോലെ ഒരു ചീത്ത കൂടിയാണ് ഇവർ ബോധം കെട്ട് വീണു. പക്ഷെ അതല്ലാണ്ട് വിമർശിച്ചപ്പോൾ പോലും ഇത്രയ്ക്കധികം വിഷമിക്കുന്ന അക്ബറിനെയാണ് നമ്മൾ കാണുന്നത്. അക്ബർ ഒറ്റയ്ക്ക് ഇരുന്ന് മറ്റുള്ളവരെ ഗ്രൂപ്പിസ് തന്നെ കുറിച്ച് കളിയാക്കിക്കൊണ്ട് പാട്ട് പാടുന്നു, വിഷമിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നു, നെവിനെ കൂട്ടുപിടിച്ച് അവരെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അക്ബർ മറ്റുള്ളവർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകളുണ്ടായ സമയത്ത് ഇതെല്ലാം അവർ അനുഭവിക്കേണ്ട ആളാണെന്ന് പറഞ്ഞിട്ട് ആര്യനും മറ്റുള്ളവരായിട്ടിരുന്ന് കുശുമും കുന്നായും പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം അക്ബറിനുണ്ടാകുന്നത്. അപ്പോൾ തന്നെ അക്ബർ തകർന്ന് തരിപ്പണേ. അപ്പോഴാണ് കേട്ടോ ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്. കാരണം ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ അനുമോളൊക്കെ എത്ര ആണ് അവർ പിടിച്ചു നിൽക്കുക. ഇത്രയും എപ്പിസോഡിലൊക്കെ അവർക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ പ്രത്യേകിച്ച് അനുമോൾക്കൊക്കെ എത്രമാത്രം വിമർശനങ്ങളാണ് ലാലേട്ടനൊക്കെ പറയുന്നത്. എന്നിട്ട് പിടിച്ചു നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. ഈ പി ആറിൻ്റെ ബലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പി ആറിൻ്റെ ബലം മാത്രം കൊണ്ട് എങ്ങനെയാണ് അനുമോൾ നിൽക്കുന്നത്? ഇത്രയധികം വോട്ട് വരണ്ടേ? അവരിഷ്ടപ്പെടുന്ന ഈ പി ആറിൽ പെടാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. അവരിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് പി ആർ എങ്കിൽ ശരിയാണ്, അനുമോൾക്ക് ഒരുപാട് പി ആർ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു അതുമില്ല. അവരെ അതിനകത്ത് അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടും അവർ പ്രതികരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ടും അവർ ചെറിയ ചെറിയ തരത്തിലുള്ള കുസൃതികൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അനുമോൾ നെവിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഹറാസ്മെൻറ്റും ചെയ്യുന്നില്ല. പക്ഷേ തിരിച്ച് നെവിൻ അനുമോളുടെ അടുത്ത് ഒരുപാട് ഹറാസ്മെൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇത്തരത്തിൽ നെവിൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നതും. അത് ബിഗ് ബോസിനെ അറ്റകയ്ക്ക് ചോദ്യം ചെയ്യാനായിട്ട് അവർ നിർബന്ധിതമാണ് ചെയ്തത്, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞാനെ. ലാലേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ ഞങ്ങൾ ഈ തമാശകൾ അംഗീകരിച്ച് തരും, കൂടിക്കഴിഞ്ഞ് ബുദ്ധിമുട്ടാണ്. കൂടിക്കഴിഞ്ഞ് ബുദ്ധിമുട്ടെന്ന് പറയാൻ കാരണം എന്താണ്? ഇത്രയധികം പ്രേക്ഷകർ നെവിനെതിരെ വീഡിയോസ് ചെയ്യുകയും അവരെ പുറത്താക്കണമെന്നായിട്ട് കമൻസ് ഇടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവർക്കത് ഒരു വിഷയമായിട്ട് എടുക്കേണ്ടി വന്നത് തന്നെ. അതിനുശേഷം ഒരു പ്രഹസനം പോലെ ഒരു ജയിൽ നോമിനേഷൻ കിടന്നിട്ട് ഇതുവരെയ്ക്കും എല്ലാവർക്കും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു പണിയും കൊടുക്കാതെ രണ്ടുപേര് കുറച്ച് നേരം ഇട്ടിട്ട് ജയിലിന് പുറത്തേക്ക് വിടുന്നത് അക്ബറിൻ്റെ നെവിനെയാണ്. അവിടെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, പാർഷ്യാലിറ്റി, ഫേവറിറ്റിസം അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ രണ്ട് പേർക്കും ഒരു അത് വേണമെങ്കിൽ ടോപ്പ് 10 എത്തിയത് കൊണ്ടാണോ ഇനി എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ജയിൽ നോമിനേഷൻ ഉണ്ടെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് കൊടുക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് രണ്ട് പേർക്കും കൊടുക്കാതെ വേഗം ജയിലിൽ നിന്ന് പുറത്തു വിടുകയാണ് ബിഗ് ബോസ് ചെയ്തത്. പിന്നെ ഇന്ന് നെവിന് കണ്ടില്ലേ, പുതിയ ഒരു ഗെയിമാണല്ലോ വന്നത്. ഇത് ബിഗ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വന്നു.
ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പണപ്പെട്ടി ടാസ്കിൽ നെവിൻ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. പക്ഷെ അതിലൊക്കെ നെവിൻ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുകയും അവന് പറ്റാവുന്നിടത്തോളം നോട്ടൊക്കെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ചെക്ക് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ നെവിൻ ചെയ്തിട്ടും നെവിൻ്റെ കയ്യിലുള്ള ഈ ഒരു നോട്ടൊക്കെ ആർക്ക് വേണമെങ്കിലും നെവിന് കൊടുക്കാം. സ്വാഭാവികമായിട്ടും അക്ബറിന് കൊടുക്കുള്ളൂ. അക്ബറിന് കൊടുക്കുന്നു. 15,000 രൂപയുടെ ചെക്ക് അക്ബറിന് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഗെയിമിൽ നെവിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അത് ബോധപൂർവം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. പിന്നെ ബിഗ് ബോസ് എന്താണ് ഇങ്ങനെ പറഞ്ഞത്, പണപ്പെട്ടിയിൽ പണം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും അയാൾ എടുത്തിട്ടുള്ള ഈ കാശ് കാര്യങ്ങളൊക്കെ തന്നെ അക്ബറിനെ ഏൽപ്പിച്ചിട്ട് അക്ബർ പുറത്തു വരുമ്പോൾ ഇയാൾക്ക് അദ്ദേഹം തിരിച്ചു കൊടുക്കുന്നു. ഒരു കൊടുക്കൽ വാങ്ങൽ ഫ്രണ്ട്ഷിപ്പ് അവിടെ നടക്കുകയാണ്. ബിഗ് ബോസ് അത് കണ്ണടച്ച് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ വളരെ മോശമായിട്ട് തോന്നുന്നു. കാരണം മറ്റുള്ള കണ്ടസ്റ്റിന് മാത്രമൊന്നുമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ പോലും മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ബിഗ് ബോസ് ഇത് കാണിച്ചത്. ഇന്നത്തെ ഒരു അത് തെണ്ടിത്തരമായെന്ന് തന്നെ ഞാൻ പറഞ്ഞു. കാരണം ആ ഒരു ഗെയിമിൽ നെവിൻ ഒന്നും ചെയ്യണ്ട, അവിടെ നോക്കിയിരിക്കുക. അതാണ് അയാളുടെ പണിഷ്മെൻറ്റ്. എല്ലാവരും കളിക്കുമ്പോൾ അയാൾക്ക് കുറ്റബോധം വരണം അല്ലേ. അയ്യോ ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടിയത് എന്ന് അയാൾ കുറ്റബോധം വരണം. അതല്ലാണ്ട് അയാൾ അവിടെ എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും ഞാൻ ടോപ്പ് 5 ഞാൻ എല്ലാ കളികളും ഞാൻ കളിക്കും, ബിഗ് ബോസ് എന്താ വേണേൽ ചെയ്യട്ടെ, അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആൾ. ഇപ്പോൾ ഡോക്ടർ റോബിൻ്റെ കാര്യമൊക്കെ നമ്മൾ നോക്കിയാൽ ഒറ്റ തള്ളുകൊണ്ടാണ് ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി പുറത്തു പോകേണ്ടി വന്നത് അല്ലേ. റിയാസിനെ തള്ളി എന്ന ഒറ്റ കാരണം. ഇവിടെ നെവിൻ എന്തൊക്കെ ചെയ്യുന്നത് എന്നിട്ടും പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ പേരെന്താണ്? 7ൻ്റെ പണി. 7ൻ്റെ പണിയുള്ളൊരു ബിഗ് ബോസ് സീസണിലാണ് കേട്ടോ ഇത്രയും പണികൾ മറ്റുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന ഒരാളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ഹറാസ്മെൻറ്റോ ഒരു ഫിസിക്കൽ അസോൾട്ടോ ഒന്നും ഒരു കാര്യമല്ല എന്നുള്ള രീതിയിലാണ് പിടിച്ചു നിർത്തിയത്. ഓൺ ദ സ്പോട്ട് നമ്മുടെ നെവിനെ പുറത്താക്കിയിരുന്നെങ്കിൽ ആരിൽ നിന്ന് അതിൻ്റെ അകത്തുണ്ടാകും, നല്ലൊരു ഗെയിമർ അതിൻ്റെ അകത്തുണ്ടാകുമായിരുന്നു. ഇതേപോലെ പാർഷ്യാലിറ്റിയും ഫേവറിറ്റിസം നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. എന്നിട്ട് അക്ബറിൻ്റെ മോങ്ങലാണ്, അക്ബറിൻ്റെ തനിച്ചിരുന്നുള്ള ഒറ്റപ്പെട്ട സ്ട്രാറ്റജി, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മേനെ എനിക്ക് കാണണം, ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് കേട്ടോ അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കും. ക്രിഞ്ച്, അമ്മ ഉപ്പയൊക്കെ കൂടി എന്നെ കൊണ്ടുവരാനായിട്ട് എയർപോർട്ടിൽ വരണം, ഇത്ര പോലും അനുമോള് പോലും വന്നിരുന്നു ഇങ്ങനെ പറയണത് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഈ ആളെന്ന് പറയുന്നത് അനുമോള് ഡ്രാമയാണ്, ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ്, അനീഷ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണൊക്കെ ഈ അക്ബർ. ഇപ്പം ഈ കുറച്ച് ആഴ്ച ഞാൻ പറഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് അക്ബർ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി, സെൻറ്റിമെൻറ്റ്സ്, കുടുംബം, കടം. എനിക്ക് ഒരുപാട് പൈസ കിട്ടിയതിന് കടം വീട്ടാമായിരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, പുറമെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഒന്ന് കരകയറ്റി തരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് അനുമോള പറയുന്നത് വെച്ചാൽ എന്താ പറയുന്നത്, നാണമില്ല അവൾക്ക്, അവൾ ഡ്രാമ കളിക്കൽ. ഇങ്ങനെയാണ് അക്ബർ പറഞ്ഞത്. അതാണ് അക്ബറിനെ എന്ന വ്യക്തി എനിക്ക് തീരെ താല്പര്യമില്ലാത്തത് ബിഗ് ബോസിൽ. കാരണം അയാൾ ചെയ്യുന്ന എല്ലാം ശരിയും അയാളുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന എല്ലാം ശരിയും, അപ്പുറത്തെ അനുമോളോ ഷാനവാസോ ചെയ്താൽ അത് വലിയൊരു തെറ്റ്. അവർ ഡ്രാമ കിങ്ങും ഡ്രാമ ക്യൂനും ഇവരൊക്കെ ഭയങ്കര സഹതാപത്തിൻ്റെ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി വാരി വിതറുന്ന, ഹ്യൂമാനിറ്റി വാരി വിതറുന്ന കണ്ടസ്റ്റൻസ്. ആ രീതിയിലാണ് അക്ബറും ആര്യനും നെവിനൊക്കെ പെരുമാറുന്നത്. അത് പൊളിഞ്ഞത് ഇപ്പം മനസ്സിലായി, നെവിന് മനസ്സിലായി. പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് പരാതി വരുന്നത് അത്രയെങ്കിലും ലാലേട്ടൻ പറഞ്ഞല്ലോ. അത് കേട്ടതോടുകൂടി നെവിൻ്റെ ശരിക്കും ഗ്യാസ് പോയിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടിരുന്ന അക്ബറിനും പേടിയുണ്ട്, ആര്യന് പേടിച്ചത് കാര്യം ആര്യൻ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പിടിച്ചിരിക്കുന്നത് അനുമോളുടെ പി ആർ. പുറത്തു വരുന്ന എല്ലാവരും PR. അനുമോളുടെ PR കൊണ്ടാണ് അനുമോളോട് പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, നെവിനൊക്കെ PR ഇപ്പം ഉണ്ടാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലേ, നെവിന് നമുക്കറിയില്ല ഇവരൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇല്ല എന്നുള്ളത്. ഇവർ പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ ഈ ഒരു ദിവസത്തെ എനിക്ക് തോന്നിയത് ഒരുപാട് ഫേവറിറ്റിസത്തിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അത് നെവിന് ഇനി നമുക്ക് ഈ ഫേവറിറ്റിസം ഒന്നും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. നെവിന് അവർ അങ്ങനെയാണെങ്കിൽ ടോപ്പ് 5 എത്തിച്ചോട്ടെ എന്ന്. വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇവർ ഈ ബിഗ് ബോസിന് മുന്നിൽ തള്ളിക്കൊണ്ട് പോകുന്നത്. നെവിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ടായിരുന്നു. അവരെല്ലാം വലിയ ഞങ്ങൾ ജെന്യുവിനായിട്ടുള്ള ഒരു ഗെയിമാണ് ബിഗ് ബോസ് ഷോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ വേഗം എലിമിനേറ്റ് ചെയ്ത് വിട്ടിട്ട് ഒരാളായിരിക്കും ഉള്ളിൽ ഇപ്പോഴും പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇത്രയധികം തെറ്റുകൾ ചെയ്തിട്ടുള്ള തെറ്റുകളുടെ തന്നെ തെറ്റ്, അതിന് മുകളിൽ തെറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അതിനകത്ത് ഇപ്പോഴും നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അൺഫെയർ ആണെന്ന് എനിക്ക് പറയാനുള്ളത്.